ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ആലപ്പുഴ ചെങ്ങന്നൂരിലെ വീട്ടിൽ SIT പരിശോധന 3 മണിക്കൂറായി തുടരുകയാണ്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തന്ത്രിയുടെ ബന്ധവുമാണ് പരിശോധിക്കുന്നത്. തന്ത്രിയുടെ വീട്ടിലേക്ക് സ്വർണ്ണപ്പണിക്കാരനെ എത്തിച്ച് സ്വർണ്ണാഭരണങ്ങളും പരിശോധിക്കുന്നുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചെങ്ങന്നൂരിൽ നിന്ന് ചേരുകയാണ്. അശ്വിൻ, SITയുടെ പരിശോധന ഇതാ 3 മണിക്കൂറിനടുത്തേക്ക് എത്തുകയാണ്. എന്തൊക്കെ വിവരങ്ങൾ തേടാൻ ശ്രമിക്കുന്നുണ്ട് അന്വേഷണ സംഘം? ഈ നീക്കത്തെ എങ്ങനെ കാണണം അശ്വിൻ പാലാഴി? രജിത്ത് 2:50 അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘം ചെങ്ങന്നൂരിലെ വീട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ 3 മണിക്കൂർ പരിശോധന പൂർത്തിയാവുകയാണ്. അതിനിടയ്ക്ക് ചില നിർണായക സംഭവങ്ങൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട ഈ ചെങ്ങന്നൂരിലെ വീട്ടിലുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിൽ ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള സ്വർണം അത് വിദഗ്ധമായി പരിശോധിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായാണ് ഒരു സ്വർണ്ണ പണിക്കാരനെ അല്പസമയം മുമ്പ്, ഏകദേശം 1 മണിക്കൂർ മുമ്പ് ഈ വീട്ടിലേക്ക് എത്തിച്ചത്. ആ പരിശോധന, അതായത് സ്വർണ്ണപ്പണിക്കാരൻ നിലവിൽ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള സ്വർണ്ണങ്ങളിൽ നടത്തുന്ന പരിശോധന 1 മണിക്കൂർ പിന്നിടുകയാണ്. അതിൽ പ്രധാനമായും അവർ പരിശോധിക്കുന്നത് ഈ സ്വർണ്ണത്തിൻ്റെ കാലപ്പഴക്കം, അതിൻ്റെ മൂല്യം അടക്കമുള്ള കാര്യങ്ങളാണ്. ഏതെങ്കിലും തരത്തിൽ ഇത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധനയിൽ വ്യക്തമാകേണ്ടത്. അങ്ങനെ വ്യക്തമായാൽ അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഏതെങ്കിലും പരിശോധനയിൽ തെളിഞ്ഞാൽ നിലവിൽ റിമാൻഡിൽ തുടരുന്ന തന്ത്രിയെ സംബന്ധിച്ചത് കൂടുതൽ കുരുക്കാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തേക്ക് വാജിവാഹനമടക്കം നിലവിൽ ഈ വീട്ടിലുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾക്ക് പുറത്തേക്ക് വരുന്നത്. അതിലും ഒരു പരിശോധന ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ഈ പോറ്റിയുമായി തന്ത്രിക്കുള്ള ബന്ധം അത് കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട്. അതിന് ഉതകുന്ന ഒരു പരിശോധന എന്ന് പറയുന്നത് തന്ത്രിയുടെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അതും ഈ 3 മണിക്കൂറിനിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ, മകൾ, ഒപ്പം മരുമകൾ എന്നിവരാണ് നിലവിൽ വീട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘമാണ് നിലവിൽ SIT ടീമിനൊപ്പം ഈ വീടിനുള്ളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് തന്ത്രിയും പോറ്റിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു വിവരം ചോദ്യം ചെയ്യലിൽ ഇവർക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്ത്രിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൂടി വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതടക്കമുള്ള സമഗ്രവും നിർണായകവുമായ പരിശോധന ഇപ്പോൾ 3 മണിക്കൂർ പിന്നിട്ട്. പോറ്റിയും തന്ത്രിയും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹ ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചാണ് അന്വേഷണ സംഘത്തിന്റെ പരിശോധനയും നീക്കങ്ങളും തെളിവ് ശേഖരണവും ഒക്കെ ഉണ്ടാവുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.